കുഞ്ഞുമക്കളുടെ വെയിറ്റ് ഗെയിനിങ്ങിനായിട്ട് അമ്മമാർ പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് പാലും പാലുൽപ്പന്നങ്ങളും. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വെണ്ണയും നെയ്യും. കുട്ടികൾ തൂക്കം കൂടുന്നതിനോടൊപ്പം തന്നെ നല്ല മെച്ചപ്പെട്ട ആരോഗ്യം ഉണ്ടാവാനും നമ്മൾ നെയ്യും വെണ്ണയൊക്കെ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷെ നമ്മൾ അമ്മമാർക്ക് തെറ്റ് പറ്റുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരുപക്ഷെ അതിൻ്റെ യഥാർത്ഥ ഗുണങ്ങളുള്ളതായിരിക്കില്ല. ഒരമ്മ എന്ന നിലയിൽ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വെണ്ണയുടെയും നെയ്യിൻ്റെയും റെസിപ്പിയാണ്. ഈസി ആയിട്ട് നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരുപാട് നാൾ പാൽ തിളപ്പിച്ചാറിയതിന് ശേഷം അതിൽ നിന്ന് പാൽപ്പാട എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ പാൽപ്പാട വന്നപ്പോൾ ഞാനതൊരു മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. ഈ അടിച്ചെടുക്കുന്ന സമയം നമ്മൾ ചേർത്തിട്ടുള്ളത് നല്ല തണുത്ത വെള്ളം കേട്ടോ. തണുത്ത വെള്ളം തന്നെ നിങ്ങളും ചേർത്തെടുക്കണം, അല്ലെങ്കിൽ അതിൽ നിന്ന് വെണ്ണ വേർതിരിഞ്ഞ് കിട്ടില്ല. ചെറിയ ചെറിയ ഐസ് ക്യൂബുകൾ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ അടിച്ചെടുത്തപ്പോൾ ഇതുപോലെ വെണ്ണ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുഴുവൻ പാൽപ്പാടയും തവണകളായിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു വെണ്ണ വീണ്ടും നമ്മൾ 2 or 3 തവണ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ തിക്കായിട്ടുള്ള വെണ്ണ കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കണം, തണുത്ത വെള്ളം മാത്രം ഉപയോഗിക്കാനേ പാടുള്ളൂ. അതുപോലെ തന്നെ പുറത്ത് നല്ല ചൂടാണെങ്കിൽ ആ സമയത്ത് ചെയ്യരുത്, രാവിലെ നേരത്തെ ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ നല്ല വെണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രുചിയും നല്ല മണവും കാണാനും നല്ല ഭംഗിയുള്ള വെണ്ണയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ തീർന്നിട്ടില്ല കേട്ടോ പണി. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് തവണ കഴുകിയെടുക്കണം. മിക്സിയിൽ അടിക്കുന്ന സമയത്ത് നമുക്കിതിൽ നിന്നൊരു മോര് വേർതിരിഞ്ഞ് കിട്ടും. അത് ഉപയോഗിക്കേണ്ട, അതിന് നല്ല കയ്പുണ്ടാവും കേട്ടോ. അപ്പോൾ മിക്സിയിലൊക്കെ അടിച്ച് ആ മോര് ഒഴിവാക്കി വെണ്ണ കഴുകിയെടുക്കുമ്പോൾ ഈ ഒരു കളറിലുള്ളൊരു നല്ല ഭംഗിയുള്ള വെണ്ണ നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല രുചിയും മണമൊക്കെ ഉള്ള ഒറിജിനൽ വെണ്ണ ഇതാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് മക്കൾക്ക് കൊടുക്കാവുന്നതാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് ഇതിന്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതാണ് വെണ്ണ ഉണ്ടാക്കുന്ന രീതി. ഇനി നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് നെയ്യ് വേർതിരിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നെയ്യാക്കി മാറ്റുന്നതെന്ന് നോക്കാം. ഈസിയാണ്. നല്ല കനമുള്ള ഒരു പാത്രത്തിൽ നമ്മളിത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. ഫുൾ ഫ്ലെയിമിലാണ് ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇനി എങ്ങനെ ഇതിൻ്റെ പാകം അറിയുന്നത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും അല്ലേ? ടെൻഷൻ വേണ്ട. ഇതുപോലെ 2 ചുവന്നുള്ളി എടുത്തിട്ട് ചതച്ചിട്ട് നമ്മൾ ഈ ഒരു വേവിക്കാൻ വെച്ചിട്ടുള്ള വെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മളിത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ചുവന്നുള്ളി ചേർക്കുന്നത് കൊണ്ട് 2 ഉണ്ട് കാര്യം. ഒന്നാമത്തത്, ആ ചുവന്നുള്ളി വേവുന്നതാണ് ഈ ഒരു വെണ്ണ മാറി നെയ്യായതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്, മൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടാമത്തത്, ഇത് വെന്ത് വരുമ്പോൾ ഈ ഒരു നെയ്യിന് നല്ല സ്മെല്ലും നല്ലൊരു പ്രത്യേക ടേസ്റ്റും കിട്ടും കേട്ടോ. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ അടുത്ത് നിന്ന് മാറരുത്. പെട്ടെന്ന് തന്നെ ഈ ഒരു വെണ്ണ ഉരുക്കിയിട്ട് നെയ്യായിട്ട് മാറുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു വെള്ള പദം നിങ്ങൾ കാണുന്നില്ല, ഒരു മുകൾ ഭാഗത്തൊരു വെള്ള കളറ്, അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെണ്ണയിലുള്ള വെള്ളത്തിൻ്റെ അളവാണ് കേട്ടോ. അതിങ്ങനെ പൊട്ടിയിട്ടും അല്ലെങ്കിൽ അതിങ്ങനെ തിളച്ച് ആവിയായിട്ടൊക്കെ പോകുമ്പോഴാണ് നമ്മളെ വെണ്ണ വെണ്ണയിൽ നിന്ന് മാറിയിട്ട് അത് നെയ്യായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്നോ, നമ്മൾ നാടൻ നെയ്യ് എന്ന് പറഞ്ഞ് വാങ്ങുന്നതിൽ നല്ലെണ്ണ അതുപോലെ തന്നെ വനസ്പതിയൊക്കെ ചേർക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ അറിഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. നമ്മളെ മക്കൾക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് വലിയൊരു തുക കൊടുത്തിട്ടാണ് നമ്മളിതൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിലും ഇങ്ങനെ മായം ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു നെയ്യ് വീട്ടിലുണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ നിങ്ങളെ അറിവിലേക്കും കൂടെ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. 2 മാസത്തിൻ്റെ അടുത്തുള്ള പാൽപ്പാടുണ്ടെങ്കിൽ നമുക്ക് ഒരു 500 അല്ലെങ്കിൽ എന്തായാലും ഒരു 400-500 അളവിൽ നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യ് ഇതവിടെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ഉള്ളിയും തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇളക്കിക്കൊണ്ടിരിക്കണം, അതിനായിട്ട് നിൽക്കൊന്നും വേണ്ട, എന്നാലും ശ്രദ്ധിക്കണം, അടുപ്പിൻ്റെ അടുത്തുനിന്ന് മാറരുത്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരുപാട് കാലം കേടാവാതിരിക്കും. പിന്നെ മക്കൾക്ക് നമ്മൾ 2 സ്പൂണൊക്കെ മാക്സിമം, അല്ലെങ്കിൽ 1-2 മക്കളുടെ ഏജിനനുസരിച്ചും അവർക്ക് എത്ര മന്തായി അതിനനുസരിച്ചൊക്കെയുള്ള നമ്മൾ ഈ നെയ്യ് ചേർത്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഒരുപാട് നാൾ ഉപയോഗിക്കാനുണ്ടാവും. പിന്നെ പാലൊന്നും വാങ്ങാത്ത വീടുകൾ ഇപ്പോൾ ചുരുക്കമാണ്. ചെറിയ മക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ അധിക വീടുകളിലും
എപ്പോഴും പാല് വാങ്ങിക്കും. അപ്പോൾ അതിൻ്റെ ആ പാല് തിളപ്പിച്ച് ആറിയതിന് ശേഷം അതിൻ്റെ പാൽപ്പാട എടുത്ത് വെച്ചാൽ മതി. നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ വീട്ടിലുണ്ടാക്കാം. നെയ്യ് റെഡി ആയിട്ടുണ്ട്. നമ്മളത് വേഗം പാത്രത്തിൽ നിന്ന് മാറ്റുകയാണ്. എന്താണെന്ന് വെച്ചാൽ ആ പാത്രം ചൂടാറുന്നതിനനുസരിച്ച് നെയ്യിൻ്റെ മൂപ്പ് കൂടും. അപ്പോൾ എപ്പോഴാണെങ്കിലും അടി കനമൊക്കെ ഉള്ള പാത്രമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളത് മാറ്റുന്നതാണ് നല്ലത്. ആ ഉള്ളി ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഉള്ളി നമ്മൾ പ്രത്യേകിച്ച് ഒന്നിനും ഉപയോഗിക്കുന്നൊന്നുമില്ല. വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം, കേടൊന്നുമില്ല. അപ്പോൾ നോക്കൂ, നല്ല നെയ്യ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ലും നല്ല കളറുമാണ്. നമുക്ക് ഒരു സ്പെഷ്യൽ ബ്രാൻഡ് ഉണ്ട്. നെയ്യ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ബ്രാൻഡിൻ്റെ കളറും സ്മെല്ലൊക്കെയാണല്ലേ നമുക്ക് മനസ്സിലേക്ക് വരിക. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യ് എന്ന് പറയുന്നത് അതുക്കും മേലെയാണ്. നമ്മളെ മക്കൾക്ക് നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിച്ച് കൊടുക്കുക. ഒരു കെമിക്കലും ഇല്ലാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തതാണ്. അപ്പം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതൊരു ബോട്ടിലേക്ക് മാറ്റുകയാണ്. ചൂടാറിയത് കൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലേക്കാണ് മാറ്റുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ല് പാത്രത്തേക്കൊക്കെ മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. കുറേ അളവിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 2 or 3 ചെറിയ ചെറിയ പാത്രത്തിലേക്ക് മാറ്റുന്നതാവും നല്ലത്. കാരണം എപ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക, ഫ്രിഡ്ജിക്ക് വെക്കുക, അങ്ങനെ ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് വിശ്വസിക്കുന്നു. മക്കൾക്ക് ഇനി വീട്ടിലുണ്ടാക്കിയ നെയ്യ് മാത്രം ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.